ഹായ്, ദിസ് ശ്രീജിൽ കല്ലിങ്ങൽ ഓട്ടോ കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ്. ഇന്നോവ ക്രിസ്റ്റയിലെ ഈച്ച് ആൻഡ് എവറി പാർട്സ് എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സജഷനാണ് തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ലുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ സൈഡിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ടൈപ്പ് വരുന്നുണ്ട്. ഇത് നമ്മൾ മാറ്റി ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു DRLോട് കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ടും DRLായിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ മാട്രിക്സ് ആണ് വരുന്നത്. അതും ശരിക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ലുക്കിലേക്ക് തന്നെ വണ്ടിയുടെ ഫ്രണ്ട് മാറ്റാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, അത് ഫോഗ് ലാമ്പാണ്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതും ഏറ്റവും നല്ല പ്രകാശം കിട്ടുന്ന വൈറ്റ് ലൈറ്റോട് കൂടിയത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വണ്ടിക്ക് വിഷ്വൽ എഫക്റ്റ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന സംഭവമാണ് ഫോഗ് ലാമ്പ്. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ സംശയമല്ലേ, LED നമ്മുടെ വണ്ടിയിലിടുമ്പോൾ വളരെയധികം വോൾട്ടേജ് വരുമോ, വണ്ടിക്ക് ചൂട് കൂടുമോ എന്നുള്ളത്? ഒരിക്കലും ഇല്ല. LED ഇടുമ്പോൾ വളരെയധികം മൈന്യൂട്ട് വോൾട്ടേജ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ചൂടും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ് ഫ്രണ്ടിലെ ഗ്രിൽ ക്രോമിംഗ് എന്നുള്ളത്. ആ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിന് ആ ഗ്രിൽ ക്രോമിംഗ് ഒരു പ്രീമിയം ലുക്ക് തന്നെ വണ്ടിക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ വണ്ടിയുടെ നമ്മൾ സൈഡിലെ ബീഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രീഡിങ് നമുക്ക് ക്രോമിൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലുക്കിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഡോർ തുറക്കുമ്പോൾ തട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനൊരു സേഫ്റ്റിയും കൂടിയാണ് ഈ ഡോർ ബ്രീഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ പോകുന്ന വിൻഡോ ഗാർണിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വിൻഡോ ഗാർണിഷിൻ്റെ പ്രത്യേകത വെച്ചാൽ വണ്ടിയുടെ ഒരു സേഫ്റ്റി ലുക്ക് കൂടിയാണത്. കാരണം സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് വളരെയധികം ചൂടുകൊണ്ട് അതൊക്കെ ബീഡിങ്ങൊക്കെ ദ്രവിക്കാറുണ്ട്. ഇതൊരിക്കലും സംഭവിക്കില്ല. കൂടാതെ ഈ വണ്ടിക്ക് നല്ലൊരു ലുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രീമിയം വണ്ടി, റേഞ്ച് റോവർ ആയിക്കോട്ടെ, അതുപോലെ ലാൻഡ് ക്രൂയിസർ ആയിക്കോട്ടെ, റോൾസ് റോയ്സ് ആയിക്കോട്ടെ, പിന്നെ എല്ലാത്തിൻ്റെയും പ്രീമിയം ഹാൻഡിൽ ഉണ്ടായിരിക്കും. അതിന് കാരണം അതിൻ്റെ ക്രോം ഫിനിഷാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലും ക്രോം ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹാൻഡിൽ. പിന്നെ നമ്മൾ ഇതിലേക്ക് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ്. ഇത് ചവിട്ടി കയറാനുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഈ വണ്ടീനെ ഒരു ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ശരിക്കും ബെൻസിൻ്റെ GLE മോഡലിലൊക്കെ ഈ ഒരു ബെൻസിൻ്റെ പ്രീമിയം ലുക്കിന് വരുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിലെ ഫുഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, നിങ്ങൾക്കും ഉണ്ടായിരിക്കും, ഫുഡ് സ്റ്റെപ്പ് നമ്മുടെ വണ്ടിയുടെ സ്പേസിൽ നിന്ന് ഒരുപാട് വിട്ട് നിൽക്കുമോ, അത് വണ്ടി നമ്മൾ ടേൺ ചെയ്യുമ്പോൾ പല സ്ഥലത്തും തട്ടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളത്. ഒരിക്കലും ഇല്ല. കാരണം ആ വണ്ടിയുടെ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് മിററിനെക്കാട്ടും മാക്സിമം 50% ഗ്യാപ്പിലായിരിക്കും വരിക. അപ്പോൾ ഒരിക്കലും ഇത് സൈഡിൽ തട്ടാനുള്ള ചാൻസ് ഇല്ല. ഇനി നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു ഡിക്കിയിൽ ഗാർണിഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റിൽ ഒരു ഗാർണിഷും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നൽകുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു പ്രീമിയം ലുക്കിലേക്ക് ഈ വണ്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ റിഫ്ലക്ടർ ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബാക്കിൽ കമ്പനി ഒരിക്കലും റിഫ്ലക്ടർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും പാർക്കിലും ഇത് അവൈലബിൾ ആയിരിക്കും. ബാക്കിൽ നിന്ന് ഒരു സേഫ്റ്റി എന്നുള്ള ലെവലിൽ വല്ല ആക്സിഡൻസ് ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ലുക്ക്, വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഒരു ലുക്ക് തന്നെയാണ്. കാരണം ഇത് മാട്രിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയാനുള്ള സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ബാക്കിലൊരു ബേബി സീറ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ സീറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് ഒരു 7 സീറ്റർ വണ്ടിയാണെങ്കിലും കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് 5 സീറ്റർ ഫാമിലി ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒറ്റ സീറ്റാക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബേബി സീറ്റ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽ ആയിരിക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുത്തവിടെ ഇരിക്കുന്ന പോർഷനാണ്. ബേബി ആയിരിക്കാം, കുട്ടികളായിരിക്കാം, ആരായിരിക്കാം. അപ്പോൾ അവരുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് കൺവേർട്ട് ചെയ്യുക, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും, വയറിംഗ് പ്രശ്നം വരുമോ, അത് ക്വാളിറ്റി പോകുന്നുള്ളത്. ഒരിക്കലും ഇല്ല. നല്ല ക്വാളിറ്റി എക്സ്പോർട്ടുകളോട് തന്നെ ചെയ്യുക. ശ്രീജിൽ കല്ലിങ്ങൽ, യുവർ ഓട്ടോ കൺസൾട്ടൻറ്റ്, ഡെൽറ്റ കാസ്. ബൈ.